നമസ്കാരം. ഇന്ന് ഇൻ്റർവ്യൂ സീരീസ് പോഡ്കാസ്റ്റിൽ ഞാൻ വന്നേക്കുന്നത് ശ്രീജിത്ത് കുനിയിൽ. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ഇപ്പോൾ എല്ലാ ബിഗ് 4 കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ KPMG, ഡിലോയിറ്റ്, EY, PwC ഓക്കെ. ആൻഡ് അതിനുശേഷം ആളുടെ ഒരു എൻ്റർപ്രീനർഷിപ്പ് ഭയങ്കര താല്പര്യമായിട്ട് ഇപ്പോൾ ക്യാപിറ്റെയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമായിരുന്നു, പ്രവാസി ടാക്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമായിരുന്നു, പിന്നെ സ്പെഷ്യൽ 40 കുട്ടികളെയൊക്കെ ഒരു ടാക്സ് റിലേറ്റഡ് കോമേഴ്സ് ഗ്രാജുവേറ്റ്സിനെ ഒരു എംപ്ലോയ്മെൻറ്റ് ഒരു സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു ഇതിൽ മന്ത്ലി ബാച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് കൺസൾട്ടൻ്റാണ്. അതോടൊപ്പം തന്നെ ഇവൻ ഫിൻടാക്സ്മാൻ ട്രെയിൻ ഓണ്ടർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്യണം. പിന്നെ പ്രവാസി ടാക്സ്, പിന്നെ ട്രൂ ലെഗസി. അതാണ് ഞാൻ ലെഗസിനെ പറ്റി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ ലെഗസി അതിൻ്റെ അഡ്വൈസറായിട്ട് വളരെ നാളുകളായിട്ട് പ്രവർത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിൽ വളരെ അധികം ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്പേർട്ടായിട്ട് നിൽക്കുന്ന ഒത്തിരി പോഡ്കാസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഈവൻ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒത്തിരി ബിഗ് ഫാമിലീസിനെ കൺസൾട്ടിങ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനും ശ്രീജിത്തും ഞങ്ങളുടെ ഓഫീസിൻ്റെ അപ്പുറമാണ് ഞങ്ങൾ ഉള്ളത്. റോഡ് ക്രോസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ഒരു കോമൺ ഫ്രണ്ടാണ്, അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സുരേഷ് ഏട്ടൻ. അപ്പോൾ ആളാണ് ശ്രീജിത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3-4 വർഷമായി. അപ്പോൾ ലോങ് ടൈം റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കോമൺ ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങളും അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലും ഞാനും പോയിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് വെൽത്ത് ക്രിയേഷൻ്റെ ഇതെന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് സംസാരിക്കാൻ പോണത് സ്പെസിഫിക്കായിട്ട് ഫാമിലി ഓഫീസസിനെ കുറിച്ചിട്ട് സംസാരിക്കണം. അപ്പോൾ എസ്പെഷ്യലി ഒരു HNI സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നല്ല വെൽത്തി ആൾക്കാർക്കൊക്കെ എങ്ങനെ അവരുടെ ഫാമിലി വെൽത്ത് മാനേജ് ചെയ്യാം, അതിന് എന്തൊക്കെയാണ് നല്ല ഓപ്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഓഫീസസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ ആദ്യം എന്താണ് ഈ ഫാമിലി ഓഫീസ് എന്നുള്ളത് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അതെന്തിനാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഫാമിലി ഓഫീസ് എന്ന് പറയുമ്പം അതിൽ രണ്ടുണ്ട്, ഒന്ന് ഫാമിലി, ഒന്ന് ഓഫീസ്. അപ്പം ഫാമിലിക്ക് ഒരു വെൽത്ത് ഉണ്ടാവും അല്ലെ. ഒരു എസ്പെഷ്യലി ഒരു HNI എന്നൊക്കെ പറയുമ്പം ഡെഫിനിഷൻ ഓഫ് HNI ചിലപ്പോൾ ആൾക്കാർക്ക് പേഴ്സൺ ടു പേഴ്സൺ മാറാം. ഐ വുഡ് സേ സമൺ ഹോൾഡിംഗ് മോർ ദാൻ 50 to 100 crore കൈൻഡ് ഓഫ് സംതിങ് ഡിസ്പോസിബിൾ വെൽത്ത്. ഒരു അൾട്രാ HNI ആളുടെ കയ്യിൽ ഒരു 50-100 crore കൈൻഡ് ഓഫ് വെൽത്ത് ഉണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, ഈ വെൽത്ത് ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? അല്ലെ, നിങ്ങളെ പോലത്തെ വെൽത്ത് അഡ്വൈസേഴ്സ് ഉണ്ടാവും, റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് ഉണ്ടാവും, ബാങ്ക് മാനേജേഴ്സ് ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ പല പോർട്ട്ഫോളിയോയിലാണ് പോകുന്നത്. അല്ലെ, ഡെപ്പോസിറ്റ് ആയിട്ടും ഗോൾഡ് ആയിട്ടും ETF ആയിട്ടും ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, പല ബക്കറ്റിലാണ് പോണത്. ഇതെല്ലാം ഇടണോ വേണ്ടിയോ എന്നൊരു തീരുമാനം. ഫാമിലിക്ക് വെൽത്ത് ഉണ്ട്, ബട്ട് ദേ മേ നോട്ട് ഹാവ് എ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, എ വെൽത്ത് അഡ്വൈസർ, എ ടാക്സ് അഡ്വൈസർ, അല്ലെ എസ്റ്റേറ്റ് പ്ലാനർ. ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന. അപ്പൊ ഇവർക്ക് വേണ്ടി ഇത് കൺസൾട്ട് ചെയ്യുന്ന ഇവരുടെ തന്നെ ഒരു സ്ഥാപനമാണ് ഈ ഫാമിലി ഓഫീസ്. എന്റെ കയ്യിൽ ഒരു 500 കോടി ഫണ്ട് ഉണ്ട്. ഈ 500 കോടി ഫണ്ട് ഞാൻ ആക്ച്വലി വന്നിട്ട് ആ ഫണ്ട് ഞാൻ ഫാമിലി ഓഫീസിന് കൊടുക്കുന്നില്ല. ആ ഫാമിലി ഓഫീസ് വഴിയാണ് ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ തീരുമാനിക്കുന്നത്. ഫാമിലി ഓഫീസ് ശരിക്കും കൺസൾട്ടന്റ്, എന്റെ കൺസൾട്ടന്റ് എക്സ്ക്ലൂസീവ്ലി. യു ഹാവ് എ CFO, യു ഹാവ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ സൈസ് ഓഫ് ഫണ്ട് അനുസരിച്ചിട്ട് എനിക്ക് ടാക്സ് അഡ്വൈസർ ഉണ്ടാകാം, ചിലപ്പം ഇൻ ഹൗസ് ഉണ്ടാകാം, അല്ല ഞാൻ ഒരു പുറത്ത് എക്സ്റ്റേണൽ കൺസൾട്ടന്റിനെ കൊണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പ്രേംജി, എല്ലാവർക്കും ഒരുവിധം എല്ലാ 500 കോടിയുള്ള ആൾക്കാർക്ക് ദേ മേ ഹാവ് എ സിംഗിൾ ഫാമിലി ഓഫീസ്, എ മൾട്ടി ഫാമിലി ഓഫീസ്. മൾട്ടി ഫാമിലി ഓഫീസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ സർവീസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അതായത് ചിലപ്പം എല്ലാവർക്കും സ്വന്തം ഒരു CFO, CEO, കൺസൾട്ടന്റ് എല്ലാവരെയും ചിലപ്പം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിന് വേണ്ടി കൺസൾട്ടിങ് ഫേം നടത്തുന്നുണ്ട് ഈ കുട്ടി ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. അത് ദാറ്റ് ഈസ് ഓൾസോ ഫാമിലി ഓഫീസ്. ഫാമിലി ഓഫീസ് ബേസിക്കലി കൺസൾട്ടിങ്, മേ ബി ടാക്സ്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ, എല്ലാ കംപ്ലയൻസസ് മാനേജ് ചെയ്യുന്നത് ഈ ഫാമിലി ഓഫീസ് ആയിരിക്കും. But normally a HNI never give that money to a family office. Okay. അത് എന്റെ കാശാണ്. That money will be in my legal setup. That might be a trust, അല്ലെങ്കിൽ that may be personal account, a joint account, all those things. I give that money to the company, to the bank or to the insurance or a mutual fund, wherever I
give depends upon the advice what I get. ഓ ഓക്കെ So family office can be a company, can be a LLP. ഓക്കെ Family office can be anything. ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഈ സ്ഥാപനത്തിന് ചിലവ് മാത്രമല്ലേ വരുള്ളൂ, ഇൻകം വരുമോ? ഇൻകം വരും, അബ്സല്യൂട്ട്ലി ഇൻകം വരും എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനു ഇത് ഫ്രീ ആയിട്ട് ചെയ്യണം? അപ്പോൾ ഫാമിലി ഓഫീസ് കൺസൾട്ടിങ് ഫീസ് വാങ്ങും? കൺസൾട്ടിംഗ് ഫീസ് വാങ്ങിക്കും. കാരണം ലൈക്ക് നോർമലി ഒരു വെൽത്ത് അഡ്വൈസർ ഉണ്ടാവില്ലേ? ഓ ഓക്കെ. സോ വെൽത്ത് അഡ്വൈസർ എക്സ്റ്റേണൽ പാർട്ടി, എനിക്ക് എന്റേതായ എക്സ്റ്റേണൽ അഡ്വൈസർ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എവിടേക്കാണ് കൊടുക്കുന്ന രീതിയിലുള്ള ആ കോസ്റ്റും അതിൽ നിന്നുള്ള വരുമാനവും ഞാൻ ബെയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഫാമിലി ഓഫീസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു SNI പേഴ്സണ് ഒരു LLPയോ അല്ലെങ്കിൽ ട്രസ്റ്റോ ക്രിയേറ്റ് ചെയ്യും, അതാണ് ഫാമിലി ഓഫീസ്. അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ലെങ്കിൽ ടാക്സ് എക്സ്പെർട്ടിനൊക്കെ എല്ലാവരും ഉണ്ടാവും. they will be in payroll of that. ഈവൻ ഓൾസോ ഫോർ എക്സാമ്പിൾ വന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ പല പല മെമ്പേഴ്സ് ഉണ്ടോ? ആ മെമ്പേഴ്സിനും വി ക്യാൻ അഡ്വൈസ്. ഓക്കെ ഓക്കെ. ആൾക്ക് ചിലപ്പം ഇറ്റ് മേ നോട്ട് ബി ദിസ് പോർട്ട്ഫോളിയോ, ആള് ചിലപ്പം ആൾക്ക് സ്വന്തമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ ഓക്കെ. ആൾക്ക് സ്വന്തമായിട്ട് ബേസിക്കലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ HNIസിന് ഒരു ഇൻഡിവിജ്വൽ ഫിനാൻസ് മാനേജർ ഇല്ല. ഓക്കെ. അല്ലെ, കമ്പനിക്ക് ഫിനാൻസ് മാനേജർ ഉണ്ട്. ഓക്കെ, കറക്റ്റ്. ആൻഡ് മൾട്ടി ബില്യനേഴ്സിന് ഫിനാൻസ് മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ഒരാൾക്ക് ഫിനാൻസ് മാനേജർ ഇല്ല. നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ പല ആൾക്കാരാണ് പുറത്ത്. പക്ഷെ HNIക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരുടെ വെൽത്ത് ഗ്രോ ചെയ്യുന്നത്. ഫാമിലി ഓഫീസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഗ്രോ യുവർ വെൽത്ത്. അല്ലെ, ഞാനൊരു 500 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഒരു ടെക്നിക്കൽ ഒരു വെൽത്ത് അഡ്വൈസർ അല്ലേ? ദാറ്റ് ഐ എം എൻഗേജിങ് മൈ ഓൺ. അപ്പൊ വെൽത്ത് അഡ്വൈസറോട് സംസാരിക്കാനുള്ള സ്കില്ല് ചിലപ്പം ഈ ഇൻവെസ്റ്റർക്ക് ഉണ്ടാവണമെന്നില്ല, അതായത് ഈ വെൽത്ത് ഉള്ള HNIക്ക് ഉണ്ടാവണമെന്നില്ല. അയാളോട് സംസാരിക്കാനുള്ള ഒരു മുഖമാണ് ഈ ഫാമിലി ഓഫീസ്. ഓക്കെ ഓക്കെ. അപ്പോൾ സോ ദിസ് പേഴ്സൺ, ഈ ഫാമിലി ഓഫീസിലെ ആളുകൾ ഈ അക്കൗണ്ടിട്ട് വെൽത്ത് മാനേജേഴ്സിനെയൊക്കെ കണ്ടിട്ട് അതർവൈസ് വന്നിട്ട് ആരാ ഉള്ളത്? ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ്? അതെ അതെ അതെ. അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും ദേ റെപ്രസെന്റ് ഡിഫറെന്റ് വെർട്ടിക്കൽസ്. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി ഓഫീസിലാണെങ്കിൽ എത്ര സ്റ്റാഫ് വേണ്ട വരും, അല്ലെങ്കിൽ എത്ര എക്സ്പേർട്ട് ആൾക്കാരുടെ ആവശ്യം ഉണ്ടാവും? ഒരു ചെറിയ സെറ്റപ്പ് മെയിൻ ടെൽ യു. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പം ആദ്യം ഒരു കോറായിട്ട് വേണ്ടത് അക്കൗണ്ടിങ് ആണ്. ഓക്കെ. ഒരു അക്കൗണ്ട്സ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പോർട്ട്ഫോളിയോ. യു ക്യാൻ ഈവൻ കൺസിഡർ ഇറ്റ് CFO. ഓക്കെ. അതാണ് ഒരു ഫിനാൻസ് ആണ് ഒരു കോർ പാർട്ട്. പിന്നെ അടുത്ത വരുന്നൊരു മേജർ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ നോർമലി ഫാമിലി ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫണ്ടുകളിലും പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളിലും സ്റ്റാർട്ടപ്പിലൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ പോലത്തെ ഒരാൾ വേണം. വെൽത്ത് അഡ്വൈസർ ഇസ് ഡിഫറെന്റ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഇസ് ഡിഫറെന്റ്. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ വന്നിട്ട് അണ്ടർസ്റ്റാൻഡ് വന്നിട്ട് വാട്ട് ആർ ദ ഡ്യൂ ഡിലിജൻസ് ഐ നീഡ് ടു പെർഫോം. അപ്പൊ ഡ്യൂ ഡിലിജൻസ് ചെയ്യാനുള്ള സൈസ് ഓഫ് എ വലിയ കമ്പനി ആണെങ്കിൽ എനിക്ക് സ്കില്ലില്ലെങ്കിൽ ഐ ഷുഡ് എൻഗേജ് അനദർ കൺസൾട്ടിംഗ് ഫേം ടു ഡു ദിസ് ഡ്യൂ ഡിലിജൻസ്. ഇത് ചെയ്യാനുള്ള ഒരാൾ. അപ്പൊ ഇവരോട് സംസാരിക്കുന്നതൊക്കെ ഈ ഫാമിലി ഓഫീസിലെ ഈ ആളായിരിക്കും. അപ്പൊ നല്ലൊരു CFO, നല്ലൊരു ലീഗൽ സർവീസോ അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് 3 people is more than enough. അപ്പൊ കഴിയുന്നതും ഡിപ്പെൻഡ്സ് അപ്പോൺ എ സൈസ് വി ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് സീനിയർ പീപ്പിൾ, ഇല്ലെങ്കിൽ എ ഗുഡ് പേഴ്സൺ ഹു ക്യാൻ ആക്ച്വലി കണക്ട്. കാരണം സീനിയർ ആയി വെക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അത്രയും ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇവരെല്ലാവരും മന്ത്ലി ഹ്യൂജ് എക്സ്പെൻസ്. അല്ലെ, മാക്സിമം 2-3 people is enough in a family office. അപ്പോൾ ഈ 2-3 people they may not have the full skill set, പക്ഷേ ഇവർക്ക് ആരാണോ സ്കില്ലിന് ഉള്ള ആളെ എൻഗേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അവരോട് പോയി സംസാരിക്കാൻ. കാരണം എനിക്ക് ആ കഴിവില്ല. നമ്മൾ കാണുന്ന പല വലിയ മൾട്ടി ആൾക്കാരെന്നൊക്കെ they might have earned the wealth from their business. അതെ അതെ. പക്ഷെ വേറെ ബിസിനസ് മനസ്സിലാവണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെ, ആ ബിസിനസ് മനസ്സിലായിട്ട് പുള്ളി ആ ബിസിനസ് നടത്താൻ പോലെ. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഐ എം നോട്ട് ഷുവർ വാട്ട് ഇസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. ഓക്കെ. അപ്പൊ അതൊക്കെ ചോദിക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ഫാമിലി ഓഫീസ്. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സ്പേർട്സ് ഇസ് വർക്കിംഗ് ഫോർ യു. അബ്സല്യൂട്ട്ലി. ദാറ്റ് ഈസ് ലാക്കിംഗ്. നോർമലി ഒരു HNI കമ്മ്യൂണിറ്റിയിൽ ആർക്കും ആ ഒരു എക്സ്പേർട്സ് ഇല്ല. നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് ഒരു 50 കോടിക്ക് മേലെ നെറ്റ് വർത്ത് ഉള്ള ആൾക്കാർ. 50 കോടിക്കൊന്നും സത്യം പറഞ്ഞാൽ ഫാമിലി ഓഫീസ് ആവശ്യമില്ല. 50 കോടി ഇസ് നോട്ട് എ ബിഗ് മണി. 50 കോടിക്കൊന്നും നമ്മളുടെ 50 കോടിയുടെ പോർട്ട്ഫോളിയോ സംതിങ് ഡിസ്പോസിബിൾ മണി. ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. 50 കോടി നെറ്റ് വർത്ത് ഉള്ള ഒരാളുടെ നോർമലി നിങ്ങൾ നെറ്റ് വർത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു 40-60% വിൽ ബി ഇൻ ദ ഫോം ഓഫ് റിയൽ എസ്റ്റേറ്റ്. അല്ലെ, ടു സം എക്സ്റ്റെന്റ് ദ ഗോൾഡ്, അല്ലെ, ടു സം എക്സ്റ്റെന്റ് ദ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി പോയി. അതിന് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മതിയല്ലോ. അല്ലെ, പിന്നെ എന്റെ കയ്യിൽ ഡിസ്പോസിബിൾ ആയിട്ട് ചിലപ്പോൾ ഒരു 5-10 കോടി ഉണ്ടാവുള്ളൂ. അതന്നെ കൂടുതലാണ്. ഐ ഡോണ്ട് തിങ്ക് സോ വന്നിട്ട് ഡിസ്പോസിബിൾ ആയിട്ട് ക്യാഷ് അത്രയും ഒരാളെ ഇപ്പോൾ ഡിസ്പോസിബിൾ പൈസ ആയിട്ട് അതെ ഒരു
ഒരു 50 CR മേലെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 50 crore ഒക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ ബെറ്റർ. ഐ തിങ്ക് നമ്മൾ നല്ലൊരു സ്കില്ലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് മനസ്സിലാകുന്ന ഒരു 2 കോമ്പിനേഷനും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2 സ്കിൽ, കാരണം സ്കിൽ സെറ്റ് ഇസ് വെരി റയർ. അതെ ഈ പറഞ്ഞ അതെ ഈ സ്കിൽസ് ഇത് മനസ്സിലാക്കാനുള്ള നമുക്കൊരു അക്കൗണ്ടിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതെന്താണെന്ന് മനസ്സിലാകുന്ന ഒരാളെയും കൊണ്ടുവരണം. അപ്പൊ ഇതിന് വേറൊരു ഫാമിലി ഓഫീസായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെയാണ്. അയാൾ ആ കമ്പനി തന്നെ എംപ്ലോയി ആക്കിയാൽ പോരെ? ഇല്ല, ദാറ്റ് ഈസ് എ ഡിഫറെന്റ്. അയാളുടെ സ്വന്തം കമ്പനി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഇസ് ഡിഫറെന്റ്. ഓക്കെ ഇത് ആ കമ്പനിയിൽ നിന്ന് എടുത്ത കാശാണ്. നോർമലി എവിടെ നിന്നാണ് ഫാമിലി ഓഫീസ് വരാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഫൗണ്ടർ, നമ്മളൊരു വലിയൊരു സെറ്റപ്പ് കമ്പനി തുടങ്ങി. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ 30-40 years ഓർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്നൊരു കാലഘട്ടത്തിൽ നമ്മളൊരു 500 കോടിക്ക് വാല്യൂഷനിൽ നമ്മൾ ഒരു 200-250 കോടിക്ക് ഇത് വിറ്റു. അപ്പൊ എന്റെ 50-60% ഷെയർ ഞാൻ കൊടുത്തു. അപ്പം പിന്നീട് ഞാൻ ഈ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ആസ് എ ബേസിക്കലി എക്സ് ചെയർമാൻ ആയിട്ട്, അല്ലെ എക്സ് CMD ആയിട്ടൊക്കെ വന്നിട്ട് നെയിംസ് ആയി. ബാക്കി ഒരു മേജർ ഷെയർ ഹോൾഡിംഗ് ഒക്കെ വേറെ ആരോ വാങ്ങിച്ചു. അപ്പൊ അത് വിറ്റത് കൊണ്ട് എന്റെ കയ്യിൽ ഒരു 100-300 കോടി വന്നു. ആ 300 കോടി എന്നത് എന്റെ ബാങ്കിലാണ്, അതെന്റെ പേഴ്സണലാണ്. ഈ കമ്പനിന്റെ വെൽത്ത് ഞാൻ ആക്ച്വലി ഇന്നിപ്പം ആ കമ്പനി, ഞാൻ ഉണ്ടാക്കിയ കമ്പനി ഓടിക്കുന്നത് വേറെ ആൾക്കാരാണ്. ഞാനതിന് പേരിന് മാത്രമേ എന്റെ പഴയ ഒരു ചെയർമാനും CMDയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പലപ്പോഴും. ഇവരല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടാവും, IPO പോയിട്ടുണ്ടാവും. സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് എന്റെ വെൽത്ത് ഞാൻ ഡൈലൂട്ട് എടുത്തു. അതെന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് 500 കോടി. പക്ഷെ ഈ 500 കോടി കൊണ്ട് എനിക്ക് വേറെ ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നോൺ കോമ്പിറ്റൻസി ഉണ്ട്. അല്ല ഇവൻ അതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോ. അല്ല ഞാൻ ഇടില്ലല്ലോ, കാരണം വേറെ ആൾ വന്നു. ഇനി ആ കമ്പനിയിൽ ഞാൻ കാശ് ഇട്ടില്ല, കാരണം പുതിയ ആൾ ഇനി അയാളുടെ ഇടണം. ഞാൻ എനിക്ക് കാശ് ഇട്ടില്ല ആ കമ്പനിയിൽ. അപ്പൊ ഇനി ആ കാശ് എടുത്തിട്ട് ഈ ബിസിനസ്, എനിക്കറിയുന്ന ബിസിനസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ വേറെ ബിസിനസ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ ബിസിനസ് അറിയാത്ത ഒരാൾ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകും. അതിന് അങ്ങനത്തെ സമയങ്ങളിലാണ് ഇതുപോലത്തെ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷേ വീനിയുടെ എക്സ്പെർട്ട് ടു മാനേജ്. അബ്സല്യൂട്ട്ലി. ഞാൻ സ്വന്തം ബിസിനസ് ചെയ്യാൻ എനിക്ക് ഫാമിലി ഓഫീസ് വേണ്ട. എന്റെ ക്യാപിറ്റൽ കൊണ്ട് അതിൽ I can start another company. അതുകൊണ്ട് like you said, it's a passive income. Even ഇവരുടെ ഈ ഫാമിലി ഓഫീസിന്റെ ഹോൾ പർപ്പസ് ഈസ് ടു മാനേജ് ദ ഫണ്ട് ഫോർ ദാറ്റ് പേഴ്സൺ. I would say put in this actually ഞാൻ പറയും ഫാമിലി ഓഫീസിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത് protect the wealth first. Okay, then possible ആണെങ്കിൽ you can grow the wealth. പലപ്പോഴും നമ്മൾ കാണുന്നത് ഉണ്ടാക്കിയത് വന്നിട്ട് പിന്നീട് ഒരു 2-3 കൊല്ലം കാണണ്ടായി പോകും. അതാണ് മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇടുന്നത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞാൻ എപ്പോഴും പറയും അങ്ങനത്തെ പലപ്പോഴും 10 കോടി 25 കോടി 30 കോടിക്കൊക്കെ പല സ്റ്റാർട്ടപ്പുകളും ഈ പറയുന്ന ഇവരെയാണ് നമ്മൾ പറയുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റർ. ഇതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ. മനസ്സിലായി? കാശുള്ള ഇൻഡിവിജ്വൽസ് HNIs എന്നൊക്കെ ഇവരുടെ അടുത്ത് പോകുമ്പം ഈ 10 കോടി 20 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഞാനെപ്പോഴും പറയും നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് ചെയ്യാൻ ചിലപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ ചിലവ് വേണം. ഇത് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഈ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് കാരണം എനിക്കിത് ഫുൾ ടൈം ഞാൻ എത്ര കമ്പനി എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അല്ലല്ല, ഈവൻ നമുക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നടത്തിയത് ചിലപ്പോൾ എന്താ പറയാ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത് കമ്പനി ആയിരിക്കും. അപ്പോൾ ഇറ്റ് മേക്സ് ഈവൻ നമ്മുടെ വെൽത്ത് മാനേജ് സ്പേസിൽ തന്നെ ഈ ഫാമിലി ഓഫീസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. കഴിയുന്നതും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു ഫിനാൻസ് മാനേജർ, ഒരു CFO ലെവലിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ അതാത് സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഫാമിലി ഓഫീസ് വെരി ലിമിറ്റഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, 1-2 പേര്. പിന്നെ അതൊരു കൈൻഡ് ഓഫ് ഒരു പ്രസ്റ്റീജ് പോലെയാണ്. എനിക്കൊരു ഫാമിലി ഓഫീസ് ഉണ്ടൊക്കെ പറയുന്നത് ഒരു പ്രസ്റ്റീജ് പാർട്ടാണ്. അപ്പൊ ശരിക്കും ഇതൊരു ട്രസ്റ്റ് ആയിട്ടും LLP ആയിട്ടൊക്കെ നമുക്ക് ട്രസ്റ്റിന്റെ ആവശ്യമില്ല. സർവീസ് ഫേം. ഐഡിയലി ഒരു LLP ഓരെങ്കിലും ഇവനെ പാർട്ട്ണർഷിപ്പ് ആരെ കാണിക്കാനാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റുകളൊക്കെ എന്തൊക്കെയായിരിക്കും? ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ? നോ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്. നോർമലി ഇറ്റ്സ് എ പാസീവ് ഇൻകം. നമ്മളൊരു വെൽത്ത് അഡ്വൈസർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ റോൾ എന്താണ്? അല്ല, ഇൻവെസ്റ്റർ ആൻഡ് ഡെസ്റ്റിനേഷനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ ഇടയിൽ നമ്മളൊരു കൺസൾട്ടിംഗ് റോളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വെൽത്ത് കൂടുന്നതിനനുസരിച്ച് ഐ ഗെറ്റ് എ കൈൻഡ് ഓഫ് എ പെർസെന്റേജ്. ആ പെർസെന്റേജ് ആണ് ഈ ഫാമിലി ഓഫീസിന് കിട്ടുന്നത്. അതൊരു ടാക്സ് ഓഡിറ്റിന്റെ മിനിറ്റ് പോവാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ഉണ്ടാവും. അല്ലാതെ LLPയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ലീഗലി മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒന്നും ആവശ്യമില്ല. കമ്പനി ആകുമ്പം യു ഹാവ് എ മാൻഡേറ്ററി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പനീസ് ആക്ട് പ്രകാരം അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ കൂടുതലും ഇൻകം ടാക്സ് ടാക്സ് ചെയ്താൽ മതി. അപ്പോൾ ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ടീസ് ടു മാനേജ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്?
വെരി ഈസി, നത്തിങ്. നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. പണി അറിയുന്ന ആളെ ഏൽപ്പിച്ചത് വളരെ ഈസിയാണ്. വളരെ ഈസി. ആ പണി നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നമ്മളിത് പിന്നെ എല്ലാം പകുതി തെറ്റിക്കും, പകുതിയിൽ അതിനേക്കാൾ കൂടുതൽ പിന്നെ അവസാനം അതിന്റെ പലപ്പോഴും നമ്മൾ തന്നെ അക്കൗണ്ടന്റ് ആവും, നമ്മൾ തന്നെ ഫിനാൻസ് ആവും. ഞാനെപ്പോഴും തമാശക്ക് പറയാറുണ്ട്, പല ഓണ്ടർപ്രണേഴ്സും ഈ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യും, ഇൻവോയ്സ് റേസ് ചെയ്യും, ഇൻവോയ്സ് അയക്കും. ഇത് പ്രസ്യൂം തേരാൻ അക്കൗണ്ടന്റ്. അതെ അതെ അതെ. അവർ തന്നെ അക്കൗണ്ടന്റ് റോള് അവർ തന്നെ പ്രസ്യൂം ചെയ്യുക. ഐഡിയലി എപ്പോഴും പണി അറിയുന്ന ആളെ പണി ഏൽപ്പിക്കുക, അത് കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും ഒരു HNI കാറ്റഗറി അത്യാവശ്യം ഒരു ഡിസ്പോസിബിൾ പൈസ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഓഫീസ് റെക്കമെൻഡഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് ഇറ്റ്. കാരണം ഫാമിലി ഓഫീസ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഐ വിൽ ടെൽ യു വൈ. എൻ്റെ കയ്യിൽ ഒരു 200-250 കോടി ഫണ്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു 250 കോടി ഫണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിറ്റേന്ന് മുതലേ എല്ലാവരും വരും, ഇല്ലേ? പിന്നെ ഭയങ്കര മോട്ടിവേഷൻ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുവിധം എല്ലാവരും ആ പ്രൊജക്റ്റ് ഉണ്ട്, ഈ പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്ക് കൈ കാണിക്കാൻ ഒരാളില്ല, ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അല്ലേ. ഫാമിലി ഓഫീസ് ഉണ്ടെങ്കിൽ നേരെ ആ CFO കൈ കാണിച്ചാൽ മതി. നോർമലി ഇഫ് യു പ്രസന്റ് എനി പ്രൊജക്ട് മറ്റേ ആൾ പറയും, ഒന്ന് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെ CFO അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഓഫീസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ആദ്യത്തെ ഡിഫൻസ്. അപ്പം നേരെ അങ്ങോട്ടേ അല്ലെ, ബോൾ ഈസ് നോട്ട് ഇൻ അക്കൗണ്ട്. അപ്പം നാളെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എൻ്റെ CFO ഇത് മാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ മാച്ച് ആവില്ല. ഇവർ അതിനേക്കാൾ അവർ കറക്റ്റ് ഡ്യൂ ഡിലിജൻസ് നോക്കിയിട്ട് ഫാമിലി ഒബ്ജക്റ്റീവ് മാച്ച് ആണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഓവർ ദ ടേബിൾ എനിക്ക് കേട്ടത് കൊണ്ട് മാത്രം ഒരു ഇൻറ്റ്യൂഷനിൽ എനിക്ക് ഇയാളോട് നോ പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെയാണ് മനസ്സിലാക്കുന്നത് എനിക്ക് പറയാൻ പറ്റും പോരാന്ന്. എൻ്റെ ഈ ഫാമിലി ഓഫീസ് പോരാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഐ ക്യാൻ നെഗ്ലെക്ട്. അതിനൊരു നല്ലൊരു ഡിഫൻസീവ് മെക്കാനിസമാണ് ഹാവിങ് എ ഫാമിലി ഓഫീസ്. അതുകൊണ്ട് 250 കോടിയുള്ള ഒരാൾ ഉപയോഗം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഫാമിലി ഓഫീസ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാകും. കാരണം എല്ലാവരുടെയും നമ്മൾ കടം ചോദിക്കാനും ഈ ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് നോ പറയാനുള്ള ഒരു അപ്പോൾ വളരെ നല്ല കാര്യം. എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും പല ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വെദർ നിങ്ങൾക്ക് ഫാമിലി ഓഫീസ് വേണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട്. ഇത് ഇറ്റ്സ് എ വെരി മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫാമിലി ഓഫീസ്. ഒരുപാട് പേരുടെയും വിചാരം ഫാമിലി ഓഫീസ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി തന്നെയാണ്. അതുമല്ല, പലപ്പോഴും ആളുകളുടെ വിചാരം വെച്ചാൽ ഈ പൈസ മൊത്തം ഫാമിലി ഓഫീസിൽ കൊടുക്കണം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ട് മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു വിഷയം. അപ്പൊ ഏൽപ്പിക്കുന്ന മണ്ടത്തരാണ്. നോ മണി ഈസ് ഗോയിങ് there. There is a team of expert managing fund for you. Absolutely. Okay, that family office is not the investment vehicle. Not investment vehicle. Consulting vehicle. It should be a consulting vehicle. ഇത് ഫാമിലി ഓഫീസിൽ കൂടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് that's a wrong structure. Okay. അപ്പോൾ എല്ലാവരും ഉണ്ടാവുന്നത് അവരുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റിന്റെ പേരിലോ ആയിരിക്കാം. മേ ബി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ they can route through a separate holding company. That not through a family office vehicle. അതിന് വേണ്ടിയിട്ട് മേ ബി അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി that can be a trust anything വന്നിട്ട് അതുവഴി നമുക്കത് ഹോൾഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കാം. Not through this family office concept. Okay, that's interesting. ഇപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. മിക്ക ആൾക്കാർ ചെയ്യാൻ മടിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പൈസ അങ്ങോട്ട് മാറ്റണം. It's a wrong understanding. Okay, that's good. അപ്പോൾ it's good discussion. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്നായിരിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വിൽ ട്രൈ ആൻഡ് ഹെൽപ്പ്. ഓക്കെ, കൂൾ. താങ്ക്സ്. Thank you.